ഇത്രയും നാളും ഞാൻ നാട്ടിലുണ്ടാക്കിയ നിലയും ഈ ഒരൊറ്റ ദിവസം കൊണ്ട് പോയി. നാട്ടുകാരെ ബോധിപ്പിക്കേണ്ട കാര്യം എനിക്കില്ല. പക്ഷെ എന്റെ ഭാര്യയും മക്കളും അറിയണം ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. പാവ അമ്മ വീട്ടാവശ്യത്തിന് നിങ്ങൾക്ക് പൈസ ചോദിക്കുമ്പോ നിങ്ങൾ ഇല്ല ഇല്ല എന്ന് പറഞ്ഞ് പൈസ മൊത്തം കൂട്ടി വെച്ചേക്കിരുന്നല്ലേ. നിങ്ങള് വിശാഖപട്ടണത്തില് ജോലി ചെയ്തിട്ടുണ്ടോ? അച്ഛൻ നീ ജനുവരി 2 വർഷം മുമ്പ് പുറത്തെവിടെ ജോലി ചെയ്യാൻ പോയിട്ടുണ്ട്. പക്ഷെ അത് വിശാഖപട്ടണത്തിലാണോ അറിഞ്ഞൂടാ. മക്കളെ, നിനക്ക് ആ കപ്പലിക്കാരനെ ഇനി കണ്ടാ തിരിച്ചറിയാൻ പറ്റോ? പറ്റൂ അമ്മ. അവൻ ഇനി ഏത് കുറ്റാക്കൂരിട്ടാണെങ്കിലും എനിക്ക് തിരിച്ചറിയാൻ പറ്റും. അല്ല, എന്തമ്മ അയാളെ കണ്ടാ തിരിച്ചറിയാൻ പറ്റുമെന്ന് ചോദിച്ചത്? വേറൊന്നുമല്ല, നീ ചൂട് കപ്പലിന്റെ കാര്യം പറഞ്ഞപ്പോഴേ രണ്ട് തിന്നാൻ തോന്നണം. ആ ചൂടരാൻ പറ്റോ? അങ്ങനെ അമ്മ, നിങ്ങളെ ഭർത്താവ്, അതായത് നമ്മുടെ അച്ഛൻ ഏതോ അധോലോക നായകനാണ്. അതിനെ കുറിച്ച് പറയുമ്പോ നിങ്ങൾ ചൂട് കപ്പലിന്റെയാ? ഐ തിങ്ക് അവർ ഫാദർ ഹാഡ് എ ബ്ലഡി പാസ്റ്റ്. എനിക്കതല്ല എന്റെ മനസ്സിന് ഇപ്പോഴും ഓടിയുന്നത് അയാൾ അച്ഛനെ വിളിച്ച ആ പേരാണ്. അത് കേട്ടപ്പോ അച്ഛന്റെ മുഖത്ത് മിന്നി മറഞ്ഞ ഭാവം ഞാൻ കണ്ടതാണ്. എടി, നീ കടയിൽ ഒറ്റയ്ക്ക് പോണ്ടാന്ന്. പിന്നെ നിന്നെ തുടങ്ങി ഞാൻ വെറുതെ ഇരിക്കണോ? ജലജയെ ഒരു ദിവസം എന്നെ തെറി പറയാതെ നിനക്കൊന്ന് ഇരുന്നേ. ഒന്ന് കിടക്ക. ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടുത്തുന്നേ ഈശ്വര. എന്തൊക്കെ പറഞ്ഞാലും അവറ്റകളെ മൂന്നുള്ളതേ എനിക്ക് കൂട്ടായിട്ടുള്ളൂ. ജലജയുടെ ഇപ്പൊ ഒരു സോറി പറഞ്ഞിട്ട് വരാം. അവിടെ പിണക്കങ്ങ് മാറ്റാം. ജലജ സോറിന്ന് ഒന്ന് മൈൻഡ് പോലും ചെയ്യണില്ല. നാറ്. എന്നാലും അച്ഛൻ എവിടെ എനിക്ക് കേക്കെടുത്ത് വെച്ചേക്കണ? എന്തോന്ന് ഐഡിയ? ഫ്രിഡ്ജിരിപ്പുണ്ടാത്. ഇപ്പൊ എന്തൊരു ചെയ്യും? വാ, നമുക്ക് മണ്ണപ്പം ചുട്ട് കളിക്കാം. അവ എനിക്ക് മണ്ണപ്പം ചുട്ടുന്നപ്പോഴേ ഞാൻ ചോദിച്ചത് കഴിക്കാൻ പറ്റുമെന്ന്. പറയേണ്ട താമസം സാമ്പാറും കൂട്ടി ഉരുട്ടി എന്റെ അണ്ണാക്കിൽ വെച്ച് തന്നു. രാത്രി 8 മണി. ഞാനും രഘുച്ചേട്ടനും കൂടെ പതിവ് പോലെ വെള്ളം അടിച്ചോണ്ടിരിക്കുന്നു. അപ്പോഴും നീയും എന്നെ സംശയിച്ചല്ലേ? വേണ്ട, നിങ്ങൾക്കൊന്നും എന്നെ വിശ്വാസം ഇല്ലല്ല. എനിക്കിനി ജീവിക്കണ്ട. ജലജ, നിങ്ങളൊന്ന് സമാധാനപ്പെടും. നമ്മളിപ്പോ എത്തും. നിങ്ങൾ എത്ര വരെ നമ്മൾ എങ്ങനെ പിടിച്ചിരിക്കും? ആൾക്കാർ കൂടി വരണം. അതിപ്പം ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ നേരത്തെ ചന്ദ്രയുടെ കയ്യിൽ ഒരു ബാഗ് കൊടുത്തില്ലേ, അത് തുറന്നു നോക്ക്. അത് നിങ്ങളെ രക്ഷിക്കും. இந்த வாட்டி மிஸ்ஸே ஆகாது. செஞ்சுட்டா போச்சே. ടൈം പീസാ. എന്നെ വണ്ടിയിടിച്ച് കൊല്ലാൻ നോക്കിയവന്മാരുടെ അച്ഛൻ ആരാണെന്നറിയാമോ? ഇവിടെ വരുന്നത് വരെ നല്ല വ്യക്തത ഉണ്ടായിരുന്നല്ലോ. പിന്നെ എന്നാ പറ്റി? ഐ ഡോണ്ട് നോ ഡേറ്റി. അവന്റെ പേര് മറക്കണ്ട. ദാസ്, രഘുദാസ്. സിംഗിൾ ആണോ? ഡബിൾ. അമ്മ, അച്ഛൻ നമ്മൾ ഉദ്ദേശിച്ച ആളല്ല. വന്നാലേ വിട്ടേക്കുള്ളൂന്നാണ് പറയണ. എന്നെ തീർക്കാൻ നീ അയച്ചാളെ ഞാൻ തീർത്ത്. രഘുദാസ്, നിന്നെ തേടി ഞാൻ വരും. വേണ്ട, നീ എന്നെ തേടി വരണ്ട. നിന്നെ തേടി ഞാൻ വന്നോളാം. കപ്പലണ്ടി തോളില്ല ചെപ്പണ്ടി. सब लोग आओ. Say my name. Das. രഘുദാസ്. Luca. Kill him. കുറി വരച്ചാലും കുരിശു വരച്ചാലും കുമ്പിട്ടു നിസ്കരിച്ചാലും കാണുന്നതൊന്ന് കേൾക്കുന്നതൊന്ന് കരുണാമയനാം ദൈവമൊന്ന്.